മുനമ്പത്തെ ജനങ്ങൾ ഇന്ന് വഖഫ് ബോർഡിനെതിരെ സമരം ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരും നമ്മുടെ ഭാവി തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമാണ്. ഇന്ന് അവർ, നാളെ നമ്മൾ. ഞങ്ങൾ ഇവിടെ തലമുറകളായിട്ട് ഇവിടുത്തെ താമസക്കാരാണ്. ഞങ്ങൾ അപ്പൂപ്പനായിട്ട് തന്നെ കടപ്പുറത്ത് ജീവിക്കുന്നവരാണ്. മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് ഇവിടം വിട്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് കഴിയില്ല. ഞങ്ങളുടെ ഉപജീവനവും കിടപ്പാടും എല്ലാം ഇവിടെ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങളായിട്ടും എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുപോലെ ജോലിയെടുത്താണ് ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഉടുക്കാൻ തുണിയും നടക്കാൻ വഴിയും കിടക്കാൻ കിടപ്പടവും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ. അത്രയ്ക്കും ദാരിദ്ര്യപ്പെട്ട ഒരു ജീവിതത്തിലാണ് ഞങ്ങൾ കടന്നു വന്നതെന്ന് പറയുന്നത്. കടലിൽ കയറും, കടലിൽ കയറുന്ന സ്ഥലത്ത് നിന്ന് ആ പെര പൊളിച്ച് പൊക്കം കാണുന്നിടത്ത് വെക്കും. അവിടെ കടലിൽ കയറുമ്പോൾ ഇങ്ങോട്ട് മാറ്റി വെക്കും. അങ്ങനെ തോടേപ്പരക്കാരെന്നാണ് ഞങ്ങളെ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഓരപ്പരക്കാരായിരുന്നു എല്ലാവരും. അങ്ങനെ കൊണ്ടു നടന്നാണ് ഈ കാലങ്ങൾ അത്രയും താണ്ടിപ്പോകുന്നത്. അപ്പോൾ 60 തുടങ്ങി ഞങ്ങളുടെ ഭൂമിക്ക് കേസ് കോളേജുകാർ വന്ന് ഒരു ചിറകെട്ട് സമരത്തോടു കൂടിയാണ് ഇവിടെ ആദ്യം കേസ് ആരംഭിക്കുന്നത്. 60-ൽ എനിക്ക് 12 വയസ്സാണ്. ആ സമയത്ത് ഇതേപോലെ ആ ചിറകെട്ടിന് ഞങ്ങളുടെ തൊഴിൽ മാർഗം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു ചെറിയാണ് അവിടെ വന്നിരുന്നത്. ആ ചിറകെട്ടിന് ഞങ്ങൾ 12 വയസ്സാണെങ്കിൽ ഞങ്ങൾ കൊച്ചുങ്ങളടക്കം ആ സമരത്തിന് എതിർത്ത് നിന്നതുകൊണ്ട് അവരുടെ കല്ലുമഞ്ചിയൊക്കെ അങ്ങ് മുക്കിക്കളഞ്ഞെന്നും പറഞ്ഞ് 14 ദിവസം ജയിലിൽ റിമാൻഡിലായതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ തുടർന്ന് പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് കേസുകൾ തന്നെയാണ്. ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഈ ഭൂമിയിൽ കോളേജിന് പോലും യാതൊരു അവകാശമില്ലാത്ത ഒരു ഭൂമിയാണ് ഞങ്ങളുടേത്. കടൽ വെച്ച ഭൂമിയാണ്. കോളേജിന് 444 ഏക്കർ ഭൂമി ഉണ്ടായെങ്കിൽ അത് കടലെടുത്ത് പോയി. അവരുടെ ഭൂമി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അത് കടലെടുത്ത് പോയി. ഞങ്ങൾ കടൽ വെച്ച ഭൂമിയിലാണ് ഞങ്ങൾ താമസിച്ചു പോകുന്നത്. എന്നിട്ടും ഞങ്ങൾ കോളേജുകാരായിട്ട് ഒരു കുടിയാൻ സംഘം ഉണ്ടാക്കി കേസ് പറഞ്ഞ് ഞങ്ങൾ മരുഭൂമിയായിരുന്നു ഇവിടെ എല്ലാം. ഞങ്ങൾ തൈകൾ വെച്ച് വൃക്ഷങ്ങൾ വെച്ച് കടലിൽ കയറാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അനുഭവത്തിലെത്തി. ഇവിടെ റോഡ് വന്ന്, കറണ്ട് വന്ന്, വെള്ളം വന്ന്, സിവാള് വന്ന്, ഇതെല്ലാം വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ നേരെ അവകാശികൾ വന്നത്. ഞങ്ങളുടെ തെങ്ങ് കയറിക്കാനായിട്ടാണ് ആദ്യം വന്നത്. ഞങ്ങൾ അധ്വാനിച്ച് വെച്ച തെങ്ങ് അത് കയറിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ തടസ്സപ്പെടുത്തി. അതിനെ തുടർന്ന് ഞങ്ങളുടെ പേരിൽ ഫറൂഖ് കോടതി കേസുണ്ടായി. കേസ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാളെയും പെര ഒന്ന് പൊളിച്ച് കെട്ടാൻ പോലും, നമ്മൾ ചട്ടപ്പെര കെട്ടണമല്ലോ കൊല്ലം. ആ സമയത്ത് പോലും പോലീസിനെ കൊണ്ടുവരില്ലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ മത്സ്യത്തൊഴിലാളികളെ കഷ്ടപ്പെടുത്തി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് പോൾ വക്കീലായിരുന്നു ഈ ഭൂമിയുടെ. അവർ ഫറൂഖ് കോളേജ് ഏൽപ്പിച്ച ആളാണെന്നാണ് പറയണത്. ഞങ്ങൾക്കതേപ്പറ്റി അയാളെപ്പറ്റി അറിയില്ല. അയാളൊരു ഒത്തുതീർപ്പിന് വരെയാണ്. ഒത്തുതീർപ്പിന് വന്നത് ആ ഒത്തുതീർപ്പ് കോടതിയുടെ അകത്ത് വെച്ച് ഒന്നും ഒത്തുതീർപ്പല്ല, കോടതിയുടെ പുറത്ത് വെച്ചാണ്. അപ്പോൾ കോടതിയിൽ ഞങ്ങൾക്ക് കേസുണ്ട്, ഞങ്ങളുടെ പേരിൽ കേസുണ്ട്, ഞങ്ങളും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കേസ് കോടതിയുടെ പുറത്ത് വെച്ച് ഒത്തുതീർപ്പായിക്കൊണ്ടും ഞങ്ങൾ അന്നത്തെ ആ വില ഒരു കാരണവശാൽ അന്ന് 500 രൂപ ഒരു സെൻറ്റിന് വിലയില്ല. ഞങ്ങൾ അന്ന് അങ്ങനെ 500 രൂപ വിലപ്രകാരം ഞങ്ങൾ മേടിച്ച ഭൂമിയാണ്. എനിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ ഭൂമി മേടിക്കുന്നത്. ഇപ്പം എനിക്ക് 76 വയസ്സായി. അപ്പോൾ 36 വർഷങ്ങളായി ഞങ്ങൾ കൈവശം വെച്ച് എല്ലാ രേഖകളോടും കൂടി പോക്കുവരപ്പുണ്ട്, എല്ലാ രേഖകളും കൂടി റവന്യൂ അവകാശത്തോടു കൂടി ഞങ്ങൾ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഈ 2 കൊല്ലവും 7 മാസവും കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ നേരെ വക്കപ്പാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഈ ബുദ്ധിമുട്ടിക്കൽ. ഞങ്ങൾ ഈ വക്കപ്പ് എന്നുള്ള പേര് തന്നെ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർ സിദ്ധിക്കാസായിട്ട് ഇഷ്ടദാനം കോളേജിന് കൊടുത്താണെന്ന് പറഞ്ഞാൽ കോളേജ് ഞങ്ങൾക്ക് വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കോളേജ് എന്ത് ചെയ്തെന്നുള്ളത് കോളേജിനോട് ചോദിച്ച് തെളിയിക്കേണ്ട കാര്യമാണ്. ഈ പാവപ്പെട്ടവരുടെ നേരെ, മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെ നേരെ ഇന്നും ഞങ്ങൾ ദാരിദ്ര്യം വിട്ടുമാറാത്തവരാണ്. ഞങ്ങൾ ഇന്നും കടലിൽ പോയിട്ടാണ് ജീവിക്കുന്നത്.
ഇപ്പം ഈ മാസങ്ങളിൽ ഞങ്ങൾക്ക് ജീവിതം വഴിമുട്ടിയമാരാണ് ഇരിക്കണം. കടലിലൊന്നുമില്ല, പട്ടിണി, പകുതി പട്ടിണി ആയിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കണം. ഞങ്ങളോടാണ് ഇപ്പം ഈ അതിക്രമം, പിടിച്ചുപറി. ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു പിടിച്ചുപറിയും ഒരു കടന്നുകയറ്റം ഞങ്ങളുടെ നേരെയുള്ള അതിക്രമം ആണെന്നുള്ളതാണ്. ഈ അതിക്രമം ഇന്ന് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാട്ടിൽ തന്നെയാണ് ഞങ്ങളും ഉള്ളത്. ഈ ഗവൺമെൻറ്റുകൾക്ക് എന്താണ് ഞങ്ങളുടെ നേരെ ഇത്ര മന്ദബുദ്ധികളായിപ്പോണം അവർ. ഇവിടെ വന്നുകൊണ്ട് ഒരു വാക്ക് അവർ പറയും, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സോഡിയം കുറഞ്ഞു പോണവരാണ്. ഞങ്ങളുടെ കാര്യം തന്നെ അവർക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾക്ക് സോഡിയം കുറയില്ല, ഞങ്ങളുടെ തലച്ചോറിൽ ഉപ്പ് വെള്ളം ഇപ്പോഴും നിൽക്കുകയാണ്. ഞങ്ങൾ ആരെ ജയിപ്പിച്ച് വിട്ട് ആർക്ക് സ്ഥാനം കൊടുത്ത് എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ജനമാണ് ഗവൺമെൻറ്, ജനമില്ലെങ്കിൽ ഗവൺമെൻറ് ഇല്ല എന്നുള്ളത് അവർ ഓർക്കേണ്ടതാണ്. ന്യായമായ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഈ രണ്ട് ഗവൺമെൻറ്റുകളും, പാർലമെൻറ്റിൽ നിന്നായാലും ഈ സംസ്ഥാനത്തു നിന്നായാലും ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഇവർ പരിഹരിച്ച് തരണം. തന്നില്ലെങ്കിൽ അതിനുള്ള തിരിച്ചടികൾ ഇവരുടെ നേരെ ഉണ്ടാവും. ഞങ്ങൾ ഒറ്റക്കല്ല. പണ്ട് ഞങ്ങൾ കേസ് പറയുമ്പോൾ ഞങ്ങൾ ഒറ്റക്കായിരുന്നു. ഇന്നങ്ങനെയല്ല, കേരളം മുഴുവനുമുള്ള ജനത ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ള തെളിവാണ് ഈ കാണുന്ന പ്ലസ്സുകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്ര നീണ്ടുപോയാലും എന്ത് തന്നെ ആയാലും ഈ സമരം ഞങ്ങൾ നിർത്തില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണവരെ ഞങ്ങൾ ഈ സമരം ചെയ്യും. ഞങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല, ഞങ്ങൾക്കാ പഠിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ സ്ഥിതി അതായിരുന്നു. ഞങ്ങളുടെ കാരണന്മാർക്ക് ഞങ്ങളെ പഠിപ്പിക്കാനുള്ള കഴിവൊന്നുണ്ടായില്ല. ഇന്ന് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? ഞങ്ങളുടെ ഈ പ്രദേശത്തും വരണ്ടേ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ? ഞങ്ങളിൽ നിന്നൊരു കുഞ്ഞ് ഇതേപോലെ സ്ഥാനങ്ങളിലുണ്ടെങ്കിൽ ഈ ദുഃഖം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി പോരാടിയവര് ഇതിപ്പോൾ ഞങ്ങളെ മറന്നു പോണ ഗതികേടാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ മറക്കില്ല. ഞങ്ങൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്താലും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണവരെയും ഞങ്ങൾ ഈ സമരം തുടങ്ങും. ഞങ്ങൾക്കിവിടെ ഒരു കുഞ്ഞ് മരിച്ചു വീഴേണ്ട വന്നാലും ഈ പോരാട്ടം ഞങ്ങൾ പോരാടും. ഈ പരിശുദ്ധമായ മണ്ണിൽ രക്തച്ചൊരിച്ചിൽ കാണാനാണ് അവർ ആഗ്രഹിക്കണമെങ്കിൽ അതിനെയും ഞങ്ങൾ പിന്മാറിപ്പോണില്ല. ഞങ്ങളുടെ നേരെ ഏത് പ്രയാസങ്ങളുണ്ടായാലും ഏത് വെടിയുണ്ട ഞങ്ങളുടെ നേരെ വന്നാലും ഞങ്ങൾ നെഞ്ചി കാണിച്ച് കൊടുത്തു നിന്ന് ഞങ്ങളിവിടെ മരിച്ചു വീഴും. എന്നാലും ശരി, ഞങ്ങളിത് അവസാനിപ്പിക്കില്ല. ഞങ്ങൾ ഈ സമരം കൂടുതൽ ഊർജമായിട്ട് കൊണ്ടുപോവുകയാണ്. അടുത്ത 5-ാം തീയതി ഞങ്ങൾക്ക് മനുഷ്യച്ചങ്ങലയുണ്ട്. അതിലും ഈ വൈപ്പിങ്കര മുഴുവനും ഉള്ള ജനം, കേരളത്തിൽ നിന്ന് എത്രയോ ജനം വന്നെത്താൻ പറ്റണം. അത്രയും ജനങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് തന്നെയാണ് മനുഷ്യച്ചങ്ങല നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പോരാട്ടങ്ങൾ തുടരുള്ളൂ. ഈ സമരം തീരൂല. ഞങ്ങളുടെ പൂർണ്ണ അവകാശം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. സമരത്തിൽ നിന്ന് പിന്മാറാൻ സമരം എന്തിനാണെന്നാണ് മന്ത്രിമാർ ചോദിക്കുന്നത്. സമരം ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരാൻ ഇവർ സന്നദ്ധരായിരുന്നെങ്കിൽ ഇന്ന് ഈ സമരം ഉണ്ടാകില്ല. ഇവരെന്തുകൊണ്ട് ഭരണാധികാരികൾ ഞങ്ങളെ മറന്നുപോയി? ഈ മത്സ്യത്തൊഴിലാളികളായ ഈ പാവപ്പെട്ട ഞങ്ങളെ എന്തുകൊണ്ട് മറന്നു? ഞങ്ങൾ എന്ത് ചെയ്തു ഇവരോട്? ഞങ്ങൾ ഇവരെ ജയിപ്പിച്ചതാണ് ഞങ്ങൾ ചെയ്ത കുറ്റം. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇടപെട്ടിട്ട്, ഈ രണ്ട് ഗവൺമെൻറ്റുകൾ ഇടപെട്ടിട്ട് ശാശ്വതമായ ഒരു പരിഹാരം, നിസ്സാര പരിഹാരമല്ല, ഒരു കരടച്ച് കിട്ടുന്ന ആ പരിഹാരമൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ നേരെ ഈ വന്നിരിക്കുന്ന വഖഫ് അവരുടെ ഭൂമി അല്ല എന്ന് കോടതിയിൽ അവർ രേഖാമൂലം എഴുതി കൊടുക്കണവരെ ഞങ്ങളിൽ നിന്ന് ഈ ദുർഗതി നീങ്ങിപ്പോകുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങളുടെ അവകാശം പൂർണ്ണമായിട്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അതുവരെ ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും.